ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ ഇടുക്കി ജില്ലയ്ക്കും പീരുമേടിനും വീണ്ടും ചരിത്ര നേട്ടം. പീരുമേട് സ്വദേശിയായ സുനിലിന്റെ അപൂർവ നേട്ടങ്ങളെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ലോകത്തിനു മുന്നിൽ പ്രത്യേക ഫീച്ചറായി പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരം ഒരു സവിശേഷ ആദരവിന് അർഹനായത് സുനിൽ മാത്രമാണ്. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 858 പേപ്പർ കപ്പുകൾ വിജയകരമായി ശേഖരിച്ചാണ് സുനിൽ തന്റെ രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറും ഒരു ശേഖരണത്തിനപ്പുറം മെഴുക് ഒട്ടുമില്ലാത്ത പരിസ്ഥിതി സൗഹൃദ ബയോഡിഗ്രേഡബിൾ കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി സുനിൽ സമർപ്പിച്ചതെന്നാണ് ഈ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ നടത്തിയ പ്രദർശനത്തിലൂടെ അമേരിക്കൻ സ്വദേശിയായ വുഡിൽ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിൽ തകർത്തത്. വുഡിൽ ശേഖരിച്ച 800 കപ്പുകളുടെ റെക്കോർഡ് 858 കപ്പുകൾ തികച്ചുകൊണ്ട് ഈ മലയോര പ്രതിഭ പഴങ്കഥയാക്കുകയായിരുന്നു. ഈ നേട്ടത്തോടെ ഇടുക്കി ജില്ലയിൽ നിന്ന് 2 ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തി എന്ന സവിശേഷ പദവിയും സുനിലിന് കൈവന്നു. 2025 ഡിസംബറിലാണ് എനിക്ക് രണ്ടാമത്തെ ഗിന്നസ് കിട്ടുന്നത്. ആദ്യത്തെ ഗിന്നസ് എന്ന് പറയുന്നത് 2013 245 രാജ്യങ്ങളിൽ നിന്നുള്ള ടെലഫോൺ കാർഡുകൾ ശേഖരിച്ചു. അതിനാണ് ആദ്യത്തെ ഗിന്നസ് കിട്ടുന്നത്. അതിനുശേഷം 2025 കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇത് വെളിയിൽ വന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അവരുടെ സൈറ്റിൽ എന്നെക്കുറിച്ചൊരു ലേഖനം എഴുതി. ഏറ്റവും കൂടുതൽ പേപ്പർ കപ്പുകൾ കളക്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതോടുകൂടി വേൾഡ് വൈഡായിട്ട് എല്ലാ മീഡിയാസിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. ഞാൻ ശേഖരിച്ച കപ്പുകളെന്ന് പറയുന്നത് 31 രാജ്യങ്ങളിൽ നിന്നായി 858 കപ്പുകളാണ് ശേഖരിച്ചത്. നിലവിലുണ്ടാകുന്ന റെക്കോർഡ് അമേരിക്കക്കാരൻ്റെ പേരിലുള്ള 800 കപ്പുകളായിരുന്നു. നമ്മൾ ഈ പേപ്പർ കപ്പുകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചായ കുടിച്ചിട്ട് കളയുന്ന കപ്പ്. പക്ഷേ ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ നിയമാവലി അനുസരിച്ച് വാക്സ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പേപ്പർ കപ്പുകൾ തന്നെ ആയിരിക്കണം, ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം എന്നൊക്കെയാണ് അവരുടെ നിബന്ധനകൾ. ഓരോ കപ്പിൻ്റെയും സ്പെസിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുകയും വേണമായിരുന്നു. 31 രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പെന്ന് പറഞ്ഞാൽ 5 മില്ലി തൊട്ട് 500 മില്ലി വരെ കൊള്ളുന്ന കപ്പുകളാണ് എൻ്റെ ശേഖരത്തിലുള്ളത്. ഇത് ഒരു രസകരമായിട്ട് തോന്നി അങ്ങനെ ചെയ്തതാണ്. പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും പല ഹോട്ടലുകളിൽ താമസിക്കുമ്പോഴും മാളുകളിലൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായ കപ്പുകൾ, പിന്നെ ചില ബ്രാൻഡഡ് കമ്പനികളിലൊക്കെ മക്ഡൊണാൾഡ്സ്, KFC പോലുള്ള അതിനകത്ത് കൊക്കക്കോള, പെപ്സി അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ കിട്ടുന്ന കപ്പുകൾ, പല കമ്പനികളുടെയും കപ്പുകൾ അത് കിട്ടുമ്പോൾ അതൊക്കെ അവരിൽ നിന്ന് ചോദിച്ച് മേടിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ നിന്നൊക്കെയാണ് പണം കൊടുത്താണെങ്കിലും വാങ്ങി ശേഖരിച്ചാണ് എൻ്റെ ഈ റെക്കോർഡിലേക്ക് ഈ ഒരു നേട്ടത്തിലേക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യാദൃശികമായി കിട്ടിയ കാനഡയുടെ ഒരു സെന്റിന്റെ സ്റ്റാമ്പിൽ നിന്നാണ് സുനിലിന്റെ ഈ ശേഖരണ കൗതുകം തുടങ്ങിയത്. പിന്നീട് 2013 245-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ച് ആദ്യ ഗിന്നസ് റെക്കോർഡ് കുറിച്ചു. നിലവിൽ ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും പുറമെ വിദേശ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ടീ ബാഗുകൾ തുടങ്ങി അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു ശേഖരം തന്നെ സുനിലിന്റെ പക്കലുണ്ട്. വരും തലമുറയിലെ പ്രവാസി പ്രാദേശിക കളക്ടർമാർക്കും ഹോബി പ്രേമികൾക്കും ഒരുപോലെ വലിയൊരു പ്രചോദനമാണ് ഈ റെക്കോർഡ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.